ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് വൺ. അപ്പോൾ നമ്മൾ KW ഓപ്പറേറ്ററിന്റെ എക്സാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസും കാര്യങ്ങളും നമുക്ക് അവിടെ എന്താ ഏതൊക്കെയാണ് ആൻസർ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അതേപോലെ നിങ്ങൾക്ക് അവിടെ പ്രൊവിഷണൽ കീ പ്രകാരം നിങ്ങൾക്ക് അവിടെ എത്ര മാർക്കാണ് കിട്ടിയെന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. എനിവേ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം. ഇതിലിപ്പോ നിങ്ങൾക്ക് അറിയുന്നത് പോലെ 60-40 എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കൃത്യമായിട്ട് സ്പ്ലിറ്റ് അപ്പ് നടത്തിയേക്കുന്നത്. 90 മിനിറ്റ്സ് 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. ഇതിലുള്ള കീ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നും അല്ല. സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, ഡയറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, അതുപോലെ ഡെഫിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരുന്നു അല്ലെ. 1 to 60 ആയിരുന്നു ഇലക്ട്രിക്കലിന്റെ, ബാക്കി 861 to 800 ആയിരുന്നു എന്താ പറയുക മെക്കാനിക്കലിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അവിടെ ഫണ്ടമെന്റൽ ആണ് നമ്മൾ എന്താ കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊഡ്യൂൾ 1 പിന്നെ മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, 4, 5+6 10 മാർക്സ്, 7+8 9+10. ഓക്കെ, പിന്നെയാണ് എന്താ ബാക്കി 40 മൊഡ്യൂള് കറസ്പോണ്ടിങ് മെക്കാനിക്കൽ സെക്ഷൻ എന്നാണ് അവരവിടെ ആഡ് ആക്കിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് എന്താ അവര് സിലബസ് 100% സിലബസ് അവരവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്? നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ KSB വർക്കറിന്റെ നമ്മൾ ഒരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോ അത് നിങ്ങൾക്കത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ അവിടെ നിങ്ങൾ മറക്കരുത്. ഓക്കെ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ എന്താ, മോ ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് പറയുന്നത് മോയാണ്, അതായത് റെസിപ്രോക്കൽ ഓഫ് എന്താ പറയുക റെസിസ്റ്റൻസ് ആണ് അല്ലെ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/R ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിച്ച് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് സീരീസ് സർക്യൂട്ട്? സീരീസ് സർക്യൂട്ടിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ വോൾട്ടിമീറ്റർ കണക്ഷൻ അല്ലെങ്കിൽ ലാമ്പ് എന്നൊക്കെ പറയുന്നത് പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഷണ്ട് റെസിസ്റ്റൻസ്, പിന്നെ ഇതിൽ ബെറ്റർ ചോയ്സ് എന്താ, ഫ്യൂസ് ഇൻ എ സർക്യൂട്ട്. നമ്മൾ ഫ്യൂസ് എപ്പോഴും എന്താ സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ സീരീസിലാണ് കറണ്ട് സെയിം ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സെയിം കറണ്ട് ആയിരിക്കണം എന്ത് പറയണ്ടേ ലോഡിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ ഫ്യൂസ് ആയിരിക്കും ബെറ്റർ ചോയ്സ്. ഫ്യൂസ് നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് ഇൻ ഓംസ് ലോ? ഓംസ് ലോയില് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ്, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് പാരലൽ സർക്യൂട്ട് വിത്ത് വൺ ബ്രാഞ്ച് ഓപ്പൺ? വൺ ബ്രാഞ്ച് അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അതിലെ കൂടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. നോ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദാറ്റ് ബ്രാഞ്ച് അല്ലെ. വിച്ച് വൺ ഡിഫൈൻസ് ദ ചേഞ്ച് റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെന്റിഗ്രേഡ്? എന്താ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? താഴെ തന്നിരിക്കുന്ന ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാ? ഇതിലിപ്പോ എയർ പറഞ്ഞു. എയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വീക്കിലി നമുക്ക് അവിടെ എന്താ പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ സ്റ്റീൽ ആണെങ്കിലോ ഫെറോ മാഗ്നറ്റിക് ആണ്. വാട്ടർ ആണ് എന്തൊക്കെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. പ്ലാറ്റിനം അത് പാരാമാഗ്നറ്റിക് എക്സാമ്പിൾ ആണ്. നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ KSB വർക്കാരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. വിച്ച് ഈസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് കപ്പാസിറ്റൻസ് സി ഇഫ് ദ ഇലക്ട്രിക് ചാർജ് ഇസ് Q ആൻഡ് ദ വോൾട്ടേജ് ഇസ് V? Q ഇസ് നത്തിങ് ബട്ട് C ഇൻറ്റു V ആണ് അല്ലെ. നമുക്ക് ഇതിൽ തന്നിരിക്കുന്നതിൽ C ഇസ് നത്തിങ് ബട്ട് Q/V അല്ലെ. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്ത പ്രശ്നം, വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി? ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താ? B ഇസ് നത്തിങ് ബട്ട് 5/A ആണല്ലേ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോ ടെസ്ലയാണ് ഫ്ലക്സ് ഡെൻസിറ്റിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക.
വാട്ട്സ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കുന്നു. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കുന്നില്ലായിട്ട് നമ്മൾ കുറെ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് മീറ്റർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി പൊളാരിറ്റി ഓഫ് ബാറ്ററി? ബാറ്ററിയുടെ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം അല്ലെ. വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഇഫ് ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഡബിൾഡ്? ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ് അല്ലെ. ക്രോസ് സെക്ഷണൽ ഏരിയ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അപ്പൊ ഡിക്രീസസ് ബൈ 2 ടൈംസ് അല്ലെ. വിച്ച് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എഡ്ഡി കറന്റ്? എഡ്ഡി കറന്റുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചെയ്താ ഇതിൽ ബെറ്റർ ചോയ്സ് ഫ്രീക്വൻസി ആണ് അല്ലെ. വിച്ച് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇൻ കപ്പാസിറ്റർ? നമുക്കറിയാം സി ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി ആണ്. അപ്പൊ ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് ആണ് അല്ലെ. ഏരിയ ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ഡിഫക്ട് ദാറ്റ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് ഇൻ സെക്കൻഡറി സെറ്റ്സ്? നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞാണ് എന്താ പറയണ്ടേ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ നമ്മളവിടെ കൃത്യമായിട്ട് എന്താ പറയണ്ടേ കുറെ പ്രാവശ്യം പറഞ്ഞുള്ള ഒരു ഒരു കാര്യമാണ് സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവിടെ ബെൻഡിങ് ആണ്. ബെൻഡിങ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബക്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ബക്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വാട്ട് ഇസ് ദ എഫക്ട് ഇഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് വിത്ത് ദി റിവേഴ്സ് പൊളാരിറ്റി ഇൻ എ പാരലൽ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സ്? എന്താ റിവേഴ്സ് പൊളാരിറ്റിന്റെ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ എന്താ അത് ഷോർട്ട് ആവുന്നുണ്ടാവും അല്ലെ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ദ കോർ ഓഫ് പവർ ട്രാൻസ്ഫോർമർ? CRGO അല്ലെ. ഗോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സിലിക്കൺ സ്റ്റീൽ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യാ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ? ടു വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സിനെ നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. വിച്ച് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് ദി കൊമേഴ്ഷ്യൽ പർപ്പസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്? ഏതാ? ഇൻഡക്ഷൻ മെത്തേഡ് ആണല്ലേ. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. വാട്ട് ഇൻഡിക്കേറ്റ്സ് ദി ഷേപ്പ് ഓഫ് എ BH കർവ്? ഹിസ്റ്ററിസ് ലൂപ്പ് ഓഫ് എ മെറ്റീരിയൽ? എന്താ? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് ഡിഫൈൻസ് ദി ഫ്ലെക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ലാഗിങ് ബിഹൈൻഡ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്? സ്വഭാവമായിട്ട് നമ്മൾ ഹിസ്റ്ററിസിസ് ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി മോസ്റ്റ് പ്രൈം റീസൺ ഫോർ ദ സെവറിറ്റി ഓഫ് ഷോക്ക്? പ്രൈം റീസൺ എന്താ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കോണ്ടാക്ട് അല്ലെ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കോണ്ടാക്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഹൗ ക്യാൻ യു സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഇൻ ദ wound of an accidental person? നമുക്ക് അവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്ലൈ പ്രഷർ ടു ദി wound അല്ലെ. വിച്ച് വൺ ഓഫ് ദി ഗൈഡ്ലൈൻസ് ഈസ് ട്രൂ ഫോർ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ബാറ്ററീസ്? എന്താ? ലൊക്കേഷൻ ഓഫ് ബാറ്ററി ഇൻസ്റ്റാൾ ഷുഡ് ബി ഫ്രീ ഫ്രം ദ ഹീറ്റ് സോഴ്സ് ആൻഡ് ഫ്ലെയിം. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. The top of a solar cell consists of an extremely thin layer of P-type material. Why this type of construction? കാരണം എന്താ? Light can penetrate the junction അല്ലെ. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. Why are the cells are connected in series? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താ? നമുക്ക് അവിടെ വോൾട്ടേജ് റേറ്റിംഗ് എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ആണോ അല്ല, ഇൻക്രീസ് ദി വോൾട്ടേജ് റേറ്റിംഗ്. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. In which three-phase connection the line voltage is always the √3 times the phase voltage? V phase is nothing but VL by √3 ആണെന്നുണ്ടെങ്കിൽ അതെന്താ സ്റ്റാർ കണക്ഷൻ ആണ്. ഡെൽറ്റയുടെ കേസിൽ V phase should be equal to VL ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. The value of an alternating quantity at any particular instant is called? At any particular instant എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് അല്ലെ. ഫൈൻഡ് ഔട്ട് ദ ടൈം പീരീഡ് ഓഫ് എ 60 ഹെർട്സ് സിനുസോയിഡൽ സപ്ലൈ. T is nothing but 1/f ആണ്. അപ്പൊ
1/60 ആണ് അല്ലെ. അപ്പോൾ 1/60 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 0.1 ആണ് അല്ലെ. കാരണം നിങ്ങൾ നോക്കുക 1/60 എന്ന് പറയുമ്പോൾ 1ൽ എന്തായാലും ഇല്ല. അപ്പൊ 10ൽ വരുമോ? 10ൽ വരുമോ? ഇല്ല. 100ൽ എത്രയോളം വരും? 1 ടൈംസ്. അപ്പൊ 0.01 എന്ന് പറയുന്നത് ബെറ്റർ ചോയ്സ് ഏതാ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ വെക്കുന്ന രീതിയിൽ 0.017 സെക്കൻഡ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ സി കമ്പയർഡ് വിത്ത് ഡി സി? ലാസ്റ്റ് ആണ് അല്ലേ. ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആർ ഇൻ എ സി കമ്പയർഡ് ടു ഡി സി. The lead and lag are used to describe the relative position in time of two voltages of current that are not in phase. In which type of circuits the current lag behind the voltage by 90 degree? ഏ സർക്യൂട്ടിലാ? പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസിലാണ് അല്ലെ. പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്സ്. വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ? ഏതാ? ആൻഡ് ഗേറ്റ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്. Into wattmeter method of three-phase power measurement, what is the reading of electrodynamic wattmeter when the power factor attains 0.5? നമ്മളവിടെ പഠിച്ചിട്ടുണ്ടല്ലേ, 0, 30, 60, 90. അപ്പൊ cos 0 1 ഇത് 0 ആയിരിക്കും അല്ലെ. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് 0.86 ആയിരിക്കും, 0.5 ആയിരിക്കും അല്ലെ. 0.5 ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു വാട്ട് മീറ്റർ റീഡിങ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ല. ഒരു വാട്ട് മീറ്റർ റീഡിങ് 0 ആയിരിക്കും. അതർ ഷോസ് ദി ടോട്ടൽ പവർ അല്ല. 0.5 പറയുമ്പോൾ 60 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 0 ആണ്. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, തെറ്റിക്കല്ല, സിമ്പിൾ കാര്യമാണ്. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ടങ് ടെസ്റ്റർ? നോട്ട് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. മെഷർ ദ ഷോർട്ട് സർക്യൂട്ട് ഓഫ് ഡി സി മോട്ടോഴ്സ്. ഓപ്ഷൻ സി ആണല്ലേ. സെലക്ട് ദ എക്സ്പാൻഷൻ ഓഫ് ദി ടേം ടിഒഡി. ടിഒഡിയുടെ ഫുൾ ഫോം എന്താണെന്നില്ല നമ്മൾ എന്താ പറയുക. ടിഒഡി എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ കെ എസ് ഡി സബിലൊക്കെയാണ് പറയാ. ഇതിൽ അങ്ങനെ പറയാറില്ല എന്ന് തോന്നുന്നു അല്ലെ. എനിവേ, ടൈം ഓഫ് ദ ഡേ. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. ടിഒഡി മീറ്റർ നമുക്ക് അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് മീറ്റർ ഹാസ് റീഡ്സ് ആൻഡ് ഫ്ലാഗ്സ്? ഏതാ? ഫ്രീക്വൻസി മീറ്റർ അല്ലെ. വാട്ട്സ് ദ നെയിം ഓഫ് ദി maximum value of potential difference between the points on the ground and point touched by the person? Is nothing but our touch potential. Option C ആണ്. What are the types of coil wrapped around the toroid ring in an ECB? ഫേസ് കോയിൽ, ന്യൂട്രൽ കോയിൽ ആൻഡ് സെൻസർ കോയിൽ, സെക്കൻഡറി കോയിൽ എന്ന രീതിയിൽ നമുക്കവിടെ പറയും. വിച്ച് വൺ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ? ഏതാ? ജാക്കബ്സ് പുഷ് ടൈപ്പ് ലാമ്പ് ഹോൾഡേഴ്സ് അല്ലെ. പിന്നെ ഇപ്പം ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡേഴ്സ്, അത് കൂടാണ്ട് എഡിസൺ സ്ക്രൂ ടൈപ്പ് ലാമ്പ് ഹോൾഡേഴ്സ്, അതേപോലെ ഗോളിയത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് ഒക്കെ പറയുന്ന സ്റ്റാൻഡേർഡ് ലാമ്പ് ഹോൾഡേഴ്സ് തന്നെയാണ്. Which one is not a method of reducing the resistance of an earth electrode to an acceptable value? നമുക്ക് അവിടെ to reduce the depth of the pit below the 0.5 meter എന്നുള്ള ഇതിൽ പറയാം. The switch, a dash switch, can be used for controlling the machinery as a part of control system, as a safety interlock, or as a counter enumerating objects passing a point. Limit switch ആണല്ലേ. ഓപ്ഷൻ ബി ആണ്. The rotor or induction motors runs always. The rotors of induction motor runs always less than the synchronous speed അല്ലെ. Less than the synchronous speed. In DC generator, the current to external circuit from an armature is given through commutator ആണല്ലോ. ഓപ്ഷൻ ബി ആണ്. A short gap in an induction motor is necessary to.
ഫോർ ഗെറ്റിംഗ് ദി ഗുഡ് പവർ ഫാക്ടർ അല്ലേ. ഓൺ നോ ലോഡ് മാഗ്നറ്റ് ന്യൂട്രൽ ആക്സിസ് ആൻഡ് ജിയോമെട്രി ന്യൂട്രൽ ആക്സിസ് ആർ. ഓൺ നോ ലോഡ് ദ MN ആൻഡ് GN ആർ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. Choose the correct answer from the following options for the question stated below. The direction of rotation of a DC motor can be changed by change the armature terminal, അതേപോലെ എന്താ change the field terminal. Option 3 and 4 are correct. When the motor takes the current above the normal, what happens if the NVC, no volt coil, is open circuited? ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? The motor will run above the normal speed അല്ലെ. In a repulsion motor, the maximum torque is developed when the brush axis at 45-degree electrical to the field axis അല്ലെ. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. The mechanical power developed by a DC motor is maximum when എപ്പോഴാ EB is equal to V/2 ആകുമ്പോഴാണ്. ബാക്ക് EMF is equal to the half of the applied voltage അല്ലെ. If the input to the prime mover of an alternator is kept constant but the excitation is increased, എന്താ സംഭവിക്കാം? KV എന്തായിരിക്കും? KVLB will be lagging ആയിരിക്കും അല്ലെ. The armature current drawn by a DC motor gives the proportional to, നമുക്കറിയാം T is proportional to phi into IA ആണ്. Phi എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ T is proportional to IA. അപ്പം the torque required ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 54. ദ ബൈനറി ഇക്വലന്റ് ഓഫ് എൻ ഒക്ടൽ നമ്പർ 35 ഈസ് 3 എന്ന് പറയുമ്പോൾ 011 ആയിരിക്കും. 5 എന്ന് പറയുമ്പോൾ 101 ആയിരിക്കും അല്ല. അപ്പോൾ ഇവിടെ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ കാര്യങ്ങളാണല്ലോ. The output of two input AND gate is low when it is NAND gate ആണ്. സോറി, NAND gate. NAND gate എന്ന് പറയുമ്പോൾ ആൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ആൻഡ് ആകുമ്പോൾ 0001 എന്നുള്ള രീതിയിലാണ് അല്ലെ. The output of two input NAND gate is low when it's എന്താ പറയാ, ബോത്ത് ഇൻപുട്സ് ലോ ആണെന്നുണ്ടെങ്കിൽ ലോ ആയിരിക്കും. അതേപോലെ വൺ ഓഫ് ദി ഇൻപുട്സ് ഹൈ ആണെന്നുണ്ടെങ്കിലും ലോ ആയിരിക്കും. ഇതിൽ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമില്ലേ? The output of two input NAND gate is low when it's, ഇതിലൊരു പ്രശ്നമില്ലേ? ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമില്ലേ? അവിടെ നിൽക്കട്ടെ, ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട് അവിടെ. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല? സോറി 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 നാൻഡ് അല്ല, ആൻഡ് അല്ലേ? ഓക്കെ, ആൻഡ് അല്ലേ? സോറി സോറി സോറി. നാൻഡ് ഗേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. When both of the inputs are high അല്ല. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. ആൻഡ് നാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഓക്കെ, ക്ലിയർ ആണ്. RS flip flop, when R is equal to 0, S is equal to 1, the output will be എന്തായിരിക്കും? ഔട്ട്പുട്ട് R0S1 ആകുമ്പോൾ RS ആകുമ്പോൾ 1 അല്ലേ വരിക. The carry output of a half ladder circuit having inputs A and B are C is equal to A bar അല്ല, സോറി, C is equal to AB അല്ലേ. ഓക്കെ, an array of flip flops designed to store and shift data is just nothing but of shift registers. അടുത്ത ക്വസ്റ്റ്യൻ. What will be the output ripple frequency of a full wave bridge rectifier for 230 volt 60 hertz input supply voltage? എന്തായിരിക്കും? 2F എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. 2 times F in. അപ്പൊ 2 into 60 120 hertz ആണ് വരുന്നുണ്ടാവുക. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. ട്രിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി ഹാഫ് വേവിന്റെ കേസിൽ 1.21 ഫുൾ വേവിന്റെ കേസിൽ 0.48 ആണല്ലേ. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ആപ്ലിക്കേഷൻ ഓഫ് UJT? UJTയുടെ മോസ്റ്റ് പോപ്പുലർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മളോട് റിലാക്സേഷൻ ഓക്സിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ദ ടെർമിനൽസ് ഓഫ് എൻ ചാനൽ ഫെറ്റീസ്. സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്. ഓക്കെ, സിമ്പിൾ കാര്യങ്ങൾ. ദ ത്രീ ടെർമിനൽ സെമികണ്ടക്ടർ ഡിവൈസ് വിച്ച് കൺട്രോൾസ് AC ഇൻ എയ്തർ ഡയറക്ഷൻ ഈസ് ഏതാ? ട്രയാക്ക് അല്ലേ. What is the name of the process where vapor bubbles from the vapor bubbles form and collapse in a centrifugal pump? ഇത് വരിക ഗ്രാവിറ്റേഷൻ അല്ലെ. അപ്പം 760 ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കലിനും ബാക്കിയുള്ള 40 ക്വസ്റ്റ്യൻസ് മെക്കാനിക്കൽ. നമ്മൾ ഏറ്റവും പറഞ്ഞ വെയിറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഉണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. വിച്ച് പാർട്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് കണക്റ്റഡ് ടു ദി സമ്പ്? ഏതാ? ഐ ഓഫ് ദി ഇമ്പല്ലർ. വാട്ട് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സബ്മേഴ്സിബിൾ പമ്പ്? സെൽഫ് പ്രൈമിങ് അല്ലെ. Which of the pump is used for pumping viscous fluids? Gear pump അല്ലെ. What is the respective ratio of tin and lead composition in a coarse solder? എത്ര? 40:60 ആണല്ലേ. Dash flux are acidic and chemically active. Inorganic അല്ലെ. The tank of blow lamp is made up with brass അല്ലെ. Which solution is used to separate the aluminum from bauxite? ഇതൊന്ന് ചെക്ക് ചെയ്യണേ, എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ. Which type of motions are there in the quarter joints used? Reciprocating അല്ലെ. Headless screw used to hold two parts in position are known as grub screw അല്ലെ. What's the temperature in the cylinder at the time of compressed air pressure during the compression stroke of a diesel engine? Up to 1800 degrees Celsius. Find out the following statement suitable for the engine. ഏതാ? SI engine ആണോ? ഏതാ ആൻസർ? 2-stroke petrol engine അല്ലേ. Why a heavier flywheel is required in a 4-stroke engine? Due to more idle strokes അല്ലേ. Which engine operates under constant volume cycle? SI engine അല്ലേ. Option B അല്ലേ. Which type of starting system is commonly used to start the heavy duty earth moving engines? Gasoline engine starting അല്ലേ. What is mean by the ratio between air drawn in a cylinder during the suction stroke and the volume of the cylinder? Volumetric efficiency. Why baffles are provided in a fuel tank? To minimize the slushing of fuel. What is the name of the system? The lubricating oil is delivered from a separate tank to the components by an oil pump. Dry sump lubricating system. What is the name of the part located in an engine to drive the oil pump? Camshaft. What is the material used to make the oil cooler? ഇതൊന്ന് ചെക്ക് ചെയ്യണം, കാസ്റ്റ് ചെയ്യണാണോ അതൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ചെക്ക് ചെയ്യാം. Which of the following provides the positive power transmission without a slip? Chain drive അല്ലേ. The speed of an induction motor is always less than the synchronous speed അല്ലേ. Single phasing in 3-phase induction motor may result in overheating അല്ലേ. Which valve permits the fluid flow only in one direction? Check valve അല്ലേ. Which type of pump is commonly used for handling highly corrosive chemicals? Diaphragm pump അല്ലേ. The primary purpose of gland and mechanical seal in a pump is to prevent the leakage of fluid along the rotating shaft. An isolator is operated only when the circuit is
എപ്പോഴാണ് നോ ലോഡിലാണെങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാണ്ട് പറ്റുന്നുള്ളൂ. പിന്നെ സബ്സ്റ്റേഷൻ ഐസൊലേറ്റർ ഈസ് ജനറലി ഓപ്പറേറ്റഡ് ആഫ്റ്റർ ദി സർക്യൂട്ട് ബ്രേക്കർ ഹാസ് ഓപ്പൺ ദ സർക്യൂട്ട് അല്ലെ. വിച്ച് പ്രിക്കോഷൻ ഷുഡ് ബി ഫോളോഡ് വൈൽ റിമൂവിങ് എൻ ഇംപെല്ലർ ഫ്രം എ ഷാഫ്റ്റ്? ഏത് ആൻസർ വരിക? യൂസ് ദ കറക്റ്റ് പുള്ളർ ആൻഡ് അപ്ലൈ ഫോർ ദ ഫോഴ്സ് യൂണിഫോംലി. വിച്ച് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ചിങ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വിത്ത് ദി ടെമ്പറേച്ചർ? നമ്മൾ RTD അല്ലെ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. Which among the following is not a function of pressure relief valve in a hydraulic system? To increase the pressure to increase the output from the actuator. Internal gear pump consists of an outer rotor gear and an inner spur gear, a crescent shaped spacer and a housing. Which among the following is true for double acting cylinders? It's a linear actuator. അതേപോലെ a spring used for retracting the piston. Both A and C can perform the work in both the direction of its motion. ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് സി ആണ് വരുന്നുണ്ടാവുക. 94 ആൻസർ വരിക. പിന്നെ ഫോർമേറ്റീവ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ്, 4 reverse to the ports and 2 reverse to the position. Check valve is also known as check valve, non return valve അല്ലെ. Which among the following is true for an air compressor? എയർ കംപ്രസറിന്റെ കേസിൽ ബോയ്സ് ലോ applicable ആണ്, കൺവേർട്സ് മെക്കാനിക്കൽ ടു ന്യൂമാറ്റിക്, പവർ സോഴ്സ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം, all of the above. FRL unit is used in pneumatic systems. Which among the following pipe fitting is used for closing a pipeline which has an internal thread? Plug അല്ല. Turbine converts the hydraulic energy into mechanical energy. The process of filling water in a suction pipe casing and delivery pipe to delivery valve before the starting pump is called. ഏത് വരാ? പ്രൈമിങ് അല്ല. അപ്പൊ അവിടെ 100 ക്വസ്റ്റ്യൻസ് അവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അവിടെ എക്സാം എങ്ങനെയുണ്ട്, അതേപോലെ എത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, എത്ര മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അവിടെ നോക്കാം. ഇതിലിപ്പോ നമ്മൾ അവിടെ ഡിഫിക്കൽട്ടി അനാലിസിസിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഒരു 50 to 60 അല്ലെങ്കിൽ 60 റേഞ്ചിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മളവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നത്. അതിലൊരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഒരു 10 ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരു 10 ഉണ്ടായിരുന്നു നമുക്ക് അവിടെ പറയാം. അപ്പൊ ഇതിലിപ്പോ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ പറയണ്ടേ, ഇതില് ഇന്നത്തെ അറ്റൻഡൻസ്, ഓക്കെ, അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇന്നിപ്പം അറ്റൻഡൻസ് കുറവായിരുന്നു എന്നാണ് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട്. ഓക്കെ, ഇപ്പൊ 15,000-ഓളം ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലോണം പഠിച്ചു കഴിയുന്ന കുട്ടികൾ എന്തായാലും എന്ത് ചെയ്യാം, സീരിയസ് ആയിട്ട് പ്രിപ്പയർ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവരാണ് അവിടെ അറ്റൻഡൻസ് എന്താ പറയണ്ട, അവിടെ എക്സാം എഴുതാതെ മാറി നിന്നിട്ടുണ്ടാവും, പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കാം. അപ്പൊ ടോപ്പ് കോമ്പറ്റൻസ് എന്ത് എപ്പോഴും അവിടെയുണ്ട്. പിന്നെ ഇതിലിപ്പം ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇപ്പം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മെക്കാനിക്കൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ടോപ്പ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്താ പറയുക ടോപ്പ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടെ ഒരു 80+ ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ പോവാം. അതിന് പറ്റിയൊരു എക്സാം തന്നെയാണ്. ഇപ്പം ഇലക്ട്രിക്കൽ മെക്കാനിക്കലും ഒക്കെ സീരിയസ് ആയിട്ട് പഠിച്ച കുറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അവിടെ ബേസിക്കലി. അപ്പൊ 80+ ഒക്കെ ടോപ്പ് അറ്റംപ്റ്റിൽ എന്തായാലും പോവാം. 80 അല്ലെങ്കിൽ 85+ ഒക്കെ എന്തായാലും എന്ത് ചെയ്യാം, അവിടെ ടോപ്പ് അറ്റംപ്റ്റിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, കണ്ടില്ല, ഇതാ നമ്മളവിടെ ഏടാക്കി. അതായത് നമുക്കൊരു ആവറേജ് ആയിട്ട് 65 to 72 എന്നുള്ള രീതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, കുറെ ഡയറക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അബോവ് ആവറേജ് നമുക്ക് അവിടെ 75 to 82 എന്നും ടോപ്പ് എന്ന് പറയുമ്പോൾ 83+ എന്നുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും അങ്ങനെ ഇതിലിപ്പോ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര വേക്കൻസി എന്നുള്ള രീതിയിൽ വേക്കൻസിനും കൂടി എന്ത് ചെയ്യാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് കട്ട് ഓഫ് അനാലിസിസ് നമ്മളിപ്പം പോയിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു താഴെ ഒരു റാങ്ക് പ്രഡിക്ടർ ഞാൻ അവിടെ താഴെ ഒരു ലിങ്ക് ആഡ് ആക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു റാങ്ക് പ്രഡിക്ടർ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാം എഴുതിയ വരില്ലേ, ഓക്കെ, എക്സാം എഴുതിയ വരില് നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് എന്നില്ലാരും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിലേക്കുള്ള അപ്രോച്ചിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോ ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു 65 to 70 നമുക്ക് ഒരു ആവറേജ് സ്റ്റുഡൻസിന് സേഫ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ്. പിന്നെ 75 to 80 എന്ന് പറഞ്ഞാൽ അബോവ് ആവറേജ് ആയിട്ട് വരാം. 83+ ടോപ്പ്, കാരണം വെച്ചാൽ എക്സാം അത്രയും ഈസി ആയിരുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു അനാലിസിസ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അവിടെ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.